ഇതിലുള്ള ഹാർഡ് ഡിസ്കും പെൻഡ്രൈവും എല്ലാം ജയേഷിന്റെ. വീട്ടിൽ ഇനി യാതൊന്നുമില്ല. മോനെ, ഇനി അവനെ വിട്ടൂടെ? അവന്റെ ലാപ്ടോപ്പ് കാറിലുണ്ടായിരുന്നു. ആ, അതിവിടെയുണ്ട്. അതിനുള്ളിലുള്ളതെല്ലാം അവനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവനിങ്ങ് കൊണ്ടുവാ. സർ, എനിക്കറിയാം എന്റെ മോനെ മനഃപൂർവ്വം കുടിക്കുകയെന്ന്. അയ്യോ, എന്തിനാ മാമ ആവേശമില്ലാത്തൊക്കെ പറയുന്നത്? നല്ല വ്യക്തമായ തെളിവോടെയാ ഞാൻ അവനെ കസ്റ്റഡിയിലെടുത്തത്. പെട്രോൾ പമ്പിലെ പരാതിയും CCTV ഫുട്ടേജും എന്റെ കയ്യിൽ തന്നെയുണ്ട്. എന്താ മാമന് കാണണമെന്നുണ്ടോ? മോനെ, അച്ഛൻ തെളിവുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്താടാ കരുതിയത്? ബാനുവിനെ ഭീഷണിപ്പെടുത്തി എന്തും നേടാന്നോ? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നീ കൂടുതൽ മാനനൊന്നും ആവണ്ട. നിന്നെ എനിക്കറിയില്ലേ? എടാ, ഒരു പെണ്ണിന്റെ മനസ്സിലിടം പഠിക്കാൻ ആദ്യം പഠിക്കടാ. ദേ, നിന്റെ എല്ലാ കളികളും ഊടായപ്പോഴും ഇവിടെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നീ പുറത്തിറങ്ങാനാകാത്തവർ അകത്തന്നെ എടുക്കും. കേട്ടോടാ? ഇപ്പൊ നിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയുള്ളൂ. ഇനി കോടതി കൂടി നീ കേറ്റരുത്. നിന്റെ ഫോൺ ഞാൻ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിന്റെ ലാപ്ടോപ്പിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് തരാം. ലാപ്ടോപ്പ് നാളെ ഒന്ന് വാങ്ങിച്ചോ. പിന്നെ ഇതിന്റെ പേരിൽ നീ ബാനുവിനോട് പക പോക്കാനോ വല്ലതും വന്നാ നിന്നെ പിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ചെല്ല്.